കേരളത്തിന്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത്. ഉത്തരഖണ്ഡ് മൈതാനിയിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് കേരള നിയമസഭയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. ഈ ബജറ്റ് സാധാരണക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നികുതി നിർദ്ദേശങ്ങൾ മാത്രമാണ്. വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് ടി പി ശ്രീനിവാസനെ അതിക്രൂരമായിട്ട് SFIക്കാരെ വിട്ട് മർദ്ദിപ്പിച്ചത്. ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അവതരിപ്പിച്ച സംസ്ഥാന ബജറ്റിനെ രൂക്ഷമായി വിമർശിച്ച് BJP സംസ്ഥാന പ്രസിഡന്റ് കെ സുരേന്ദ്രൻ. കേരളത്തിന്റെ വികസനത്തിനും വളർച്ചയ്ക്കും വേണ്ടി ഒന്നും തന്നെയില്ല. പുത്തരിക്കണ്ടം മൈതാനത്ത് നടന്ന ഒരു പ്രസംഗം പോലെയാണ് ധനമന്ത്രി ബജറ്റ് അവതരിപ്പിച്ചതെന്ന് കെ സുരേന്ദ്രൻ പറഞ്ഞു. കെ എൻ ബാലഗോപാൽ ഇന്ന് നിയമസഭയിൽ അവതരിപ്പിച്ച ബജറ്റ് ഒരു പുത്തരിക്കണ്ടം പ്രസംഗം പോലുള്ള ഒരു പ്രസംഗമാണ് ഇന്ന് നിയമസഭയിൽ അദ്ദേഹം അവതരിപ്പിച്ചത്. പുത്തരിക്കണ്ടം മൈതാനിയിൽ പ്രസംഗിക്കുന്നത് പോലെയാണ് കേരള നിയമസഭയിൽ ശ്രീ കെ എൻ ബാലഗോപാൽ ഇന്ന് ബജറ്റ് അവതരിപ്പിച്ചത്. ബജറ്റിലെ നിരീക്ഷണങ്ങൾ പലതും വസ്തുതാവിരുദ്ധവും കേരള ബജറ്റിൽ ജനങ്ങൾ പ്രതീക്ഷിച്ചതായിട്ടുള്ള ഒരു കാര്യവുമില്ലാത്ത ബജറ്റാണ് ഇന്ന് അവതരിപ്പിച്ചത്. സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതിയെക്കുറിച്ചുള്ള അദ്ദേഹത്തിന്റെ നിരീക്ഷണം അവാസ്തവമായിട്ടുള്ള വസ്തുതാവിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ. കേരളത്തിന്റെ തകർന്നടിഞ്ഞ സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ഒരു മന്ത്രവും ഈ ബജറ്റിലില്ല. കേരളത്തിന് സുസ്ഥിരമായ വികസനത്തിനും കേരളത്തിന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ഉപകരിക്കുന്ന ഒരു പ്രായോഗിക നടപടിയും ഇന്നത്തെ ബജറ്റിലില്ല. കേരളത്തിന്റെ കാർഷിക, സാമ്പത്തിക, വ്യാവസായിക, ഉൽപാദന മേഖലകളിൽ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഒരു ക്രിയാത്മക നടപടിയും ഈ ബജറ്റിലില്ല. ഈ ബജറ്റ് വെറും വാചക കസർത്തുകൾ മാത്രമാണ്. സമ്പദ്ഘടനയെ രക്ഷപ്പെടുത്താൻ ധനകാര്യമന്ത്രിക്ക് മുന്നിൽ പ്രായോഗികമായിട്ടുള്ള ഒരു നടപടിയോ ഒരു പുതിയ പരിഷ്കാരമോ ഇല്ല. കേരളത്തിന്റെ തകർച്ചയ്ക്ക് കേന്ദ്രമാണ് ഉത്തരവാദി എന്നുള്ള രാഷ്ട്രീയ വിമർശനം നടത്താനാണ് അദ്ദേഹം ഈ ബജറ്റ് പ്രസംഗത്തിൽ മഹാഭൂരിപക്ഷം സമയവും ഉപയോഗിച്ചത്. കേരളത്തിന്റെ തനത് പ്രതിസന്ധി പരിഹരിക്കാൻ സംസ്ഥാന ഗവൺമെന്റിന് ഒരു തരത്തിലും താല്പര്യമില്ല, അല്ലെങ്കിൽ ഒരു പ്രായോഗിക നടപടിയും മുന്നോട്ട് വയ്ക്കുന്ന ബജറ്റ് അല്ലായി. കേരളത്തിലെ കർഷകരെ സഹായിക്കാൻ ഈ ബജറ്റിൽ ഒരു നടപടിയുമില്ല. തൊഴിലില്ലാത്ത ചെറുപ്പക്കാർക്ക് പ്രയോജനം കിട്ടുന്ന എന്തെങ്കിലും ഒരു നല്ല കാര്യം ഈ ബജറ്റിൽ ധനകാര്യമന്ത്രി പറഞ്ഞിട്ടേയില്ല. കേരളത്തിന്റെ വ്യവസായ രംഗത്ത് വളർച്ച ഉണ്ടാവാൻ ആവശ്യമായിട്ടുള്ള ഒരു നിർദ്ദേശവും ഈ ബജറ്റിലില്ല. കേരളത്തിൽ നിക്ഷേപം വർദ്ധിപ്പിക്കാനുള്ള ഒരു പ്രായോഗിക നിർദ്ദേശവും ഈ ബജറ്റിലില്ല. കേരളത്തിൽ ടൂറിസം മേഖല പോലെ ഏറ്റവും അനന്തമായ സാധ്യതകളുള്ള മേഖലകളിൽ പോലും ഒരു പ്രതീക്ഷയും ഈ ബജറ്റ് നൽകുന്നില്ല. ഈ ബജറ്റ് സാധാരണക്കാരനെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ടുള്ള കുറെ നികുതി നിർദ്ദേശങ്ങൾ മാത്രമാണ്. ബജറ്റിലെ പ്രഖ്യാപനങ്ങൾ പലതും തമാശ ഉളവാക്കുന്നു. റബ്ബറിന് 180 രൂപയായിട്ട് താങ്ങുവില വർദ്ധിപ്പിക്കുമെന്ന് പറയും. ഇപ്പൊ റബ്ബറിന് 170 രൂപയുണ്ട്. റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതും റബ്ബർ ബോർഡ് നടപ്പാക്കിയിട്ടുള്ള മറ്റു പരിഷ്കാരങ്ങളും കാരണം റബ്ബറിന്റെ വില 170 രൂപയാണ്. യൂസ്ഡ് ടയറുകൾ, ചൈനയിൽ നിന്നുള്ള യൂസ്ഡ് ടയറുകൾ നിരോധിച്ചതുകൊണ്ടും റബ്ബറിന്റെ ഇറക്കുമതി ചുങ്കം വർദ്ധിപ്പിച്ചതുകൊണ്ടും വരും ദിവസങ്ങളിൽ റബ്ബറിന് അല്പം വില കൂടാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കി ഒരു 180 രൂപയുടെ പ്രഖ്യാപനം ഇന്ന് നടത്തിയത് ഈ മേഖലയിൽ റബ്ബർ കർഷകരെ കബളിപ്പിക്കാൻ വേണ്ടി മാത്രം. റബ്ബറിന് 250 രൂപ മിനിമം സപ്പോർട്ട് പ്രൈസ്, മിനിമം വില ആക്കുമെന്ന് പറഞ്ഞ ധനകാര്യമന്ത്രി ഇപ്പൊ അതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കുന്നില്ല. ക്ഷേമ പെൻഷനുകൾ 2500 മിനിമം, അതാണ് ഈ സർക്കാർ അവകാശപ്പെട്ടുകൊണ്ടിരുന്നത്. 5 മാസമായിട്ട് ക്ഷേമ പെൻഷൻ മുടങ്ങിയിരിക്കുകയാണ്. മുടങ്ങുന്ന ക്ഷേമ പെൻഷൻ എപ്പോ കൊടുക്കുമെന്നുള്ളതിനെ കുറിച്ച് ഒരു പ്രഖ്യാപനവുമില്ല. ക്ഷേമ പെൻഷൻ വർദ്ധിപ്പിക്കാനുമുള്ള ഒരു നീക്കവും ഈ സർക്കാരിന്റെ ഭാഗത്തുനിന്ന്. സാധാരണക്കാരെ സംബന്ധിച്ചിടത്തോളം ഈ ബജറ്റ് ഒരു പ്രതീക്ഷയും നൽകുന്നില്ല. തൊഴിലാളികളുടെ സ്ഥിതിയാണെങ്കിൽ സർക്കാർ ജീവനക്കാർക്ക് പോലും DA യുടെ കാര്യത്തിൽ ഒരു വർധനവുമില്ല. കേന്ദ്ര സർക്കാർ ജീവനക്കാർക്ക് DA
എത്ര വലിയ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്, എത്ര സുഗമമായിട്ടാണ് കേന്ദ്ര സർക്കാർ ജീവനക്കാർ DA വാങ്ങുന്നത്. സംസ്ഥാനത്തെ അധ്യാപകരുടെയും ജീവനക്കാരുടെയും സ്ഥിതി അധോഗതിയാണ്. ആ കാര്യത്തെക്കുറിച്ച് ഒന്നും ശബ്ദിക്കാൻ ഈ ബജറ്റിൽ ഒരു പരാമർശവുമില്ല. ഈ ബജറ്റ് ഒരു തരത്തിലുള്ള പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങളെയും പ്രോത്സാഹിപ്പിക്കുന്നില്ല. പറയുന്നത് ഞങ്ങൾ വിദേശ സർവകലാശാലകൾക്ക് അനുമതി നൽകുന്നതാണ്. അതിപ്പോ ഈ കമ്പ്യൂട്ടറും ട്രാക്ടറും ഒക്കെ പറഞ്ഞതുപോലെയാണ്. കുറെ കാലം അതിനെതിരെ സമരം ചെയ്തു. വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ വേണം എന്നൊരു സെമിനാറിൽ പ്രസംഗിച്ചതിന്റെ പേരിലാണ് TP ശ്രീനിവാസനെ ഈ പിണറായി വിജയന്റെ ആളുകള് തിരുവനന്തപുരത്ത് എടുത്ത് നിലത്തിട്ട് അടിച്ച് അദ്ദേഹത്തെ, നിങ്ങളെല്ലാവരും കണ്ടതാണല്ലോ. അന്ന് അദ്ദേഹം ഒരു സെമിനാറിൽ വിദേശ സർവകലാശാലകളുടെ ഓഫ് ക്യാമ്പസുകൾ നമുക്ക് കേരളത്തിൽ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞതിന്റെ പേരിലാണ് TP ശ്രീനിവാസനെ അതിക്രൂരമായിട്ട് SFIക്കാരെ വിട്ട് മർദ്ദിപ്പിച്ചത്. ധനകാര്യമന്ത്രി ഈ പ്രസംഗത്തിൽ അദ്ദേഹത്തോട് ഒരു മാപ്പ് പറയേണ്ടതായിരുന്നു. ഇല്ലെങ്കിൽ ഇനിയും അദ്ദേഹത്തിന് പറയാൻ സമയമുണ്ട്. TP ശ്രീനിവാസനെ ഇങ്ങനെ ഭീകരമായി മർദ്ദിച്ചതിന് അദ്ദേഹത്തോട് ശരിക്കും പറഞ്ഞാൽ മാപ്പ് പറയേണ്ടതാണ്. പിന്നെ ഈ ബജറ്റിൽ പറഞ്ഞിരിക്കുന്ന പല കാര്യങ്ങളും ധനസ്ഥിതി മെച്ചപ്പെടാത്തതിന്റെ കാരണം കേരളത്തിന്റെ ധനകാര്യ മിസ്മാനേജ്മെന്റ് ആണ്. അടിവരയിട്ട് വ്യക്തമാക്കുന്ന കണക്കുകൾ സഹിതമാണ് പറഞ്ഞത്. കേന്ദ്ര സർക്കാർ സുപ്രീം കോടതിയിൽ പറഞ്ഞ കേരളത്തിന്റെ ധനപ്രതിസന്ധിയെക്കുറിച്ചും കേന്ദ്ര നിലപാടിനെ കുറിച്ചും സുപ്രീം കോടതിയിൽ അഫിഡവിറ്റ് നൽകി അത് എല്ലാ മാധ്യമങ്ങളിലും വന്നിട്ടും ധനകാര്യമന്ത്രി അതിന് തൃപ്തികരമായിട്ടുള്ള ഒരു മറുപടിയും നൽകിയിട്ടില്ല. കേരളം കടമെടുത്ത് ധൂർത്തടിക്കുന്നു. രാഷ്ട്രീയ ആരോപണമല്ല. കേരളം കടമെടുത്ത് ധൂർത്തടിക്കുന്നു. കേരളം അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു. ഗുരുതരമായ ആരോപണങ്ങളാണ്. തമാശയല്ല. നാഷണൽ ആവറേജിനേക്കാൾ 9% കൂടുതൽ അധിക പലിശയ്ക്ക് കടമെടുക്കുന്നു. ആഭ്യന്തര സാമ്പത്തിക ഏജൻസികളിൽ നിന്ന് കുറഞ്ഞ പലിശയ്ക്ക് കടം എടുക്കാൻ കഴിയുമായിരുന്ന സ്ഥലത്ത് പുറത്തുനിന്നുള്ള സ്ഥാപനങ്ങളിൽ നിന്ന് കൂടുതൽ പലിശ കടമെടുക്കുന്നു. അത് ധൂർത്തടി.